വിഴിഞ്ഞത്തെ പ്രഭാതം പൊട്ടിവിരിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്നൊരു കാഴ്ച. ഈ കാഴ്ച കണ്ട വിഴിഞ്ഞത്തുകാർ ചോദിച്ചു, നിങ്ങൾ ആരാ? ആളെ മനസ്സിലായില്ലേ? ഞാന് തൃശ്ശൂരിൽ വളർന്ന് പഠിച്ച ഒരു ആളാണ്. ഇയാള് സംസ്ഥാന BJP അധ്യക്ഷനായതാണ് ഇങ്ങനെ വന്നിരിക്കാനുള്ള യോഗ്യത. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുള്ളൂ. ഇനി ആര് വന്നാലും രാജീവ് ജി വേണ്ടെന്ന് വെച്ച സീറ്റുകളിൽ ഒന്നിലേ ഇരിക്കാൻ പറ്റും. ഈ വിമർശവും വിവാദവും സംസാരിക്കാനും അതിൽ പെടാൻ എനിക്കൊരു താല്പര്യമില്ല. ആകെ താല്പര്യം സ്റ്റേജിൽ ആദ്യം കയറി ഇരിക്കുക എന്നത് മാത്രം. അത് ഇൻവിറ്റേഷൻ ആരാണ് അയച്ചത് അവരോട് ചോദിക്കണം. ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജീവ് ജി വേറൊന്നും നോക്കിയില്ല. ആദ്യം കിട്ടിയ വണ്ടിയിലേക്ക് പോന്നു. ഞാനല്ലല്ലോ പ്രിന്റ് ചെയ്തത്. പ്രിന്റ് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഉദ്ഘാടനം തന്നെ സ്വന്തം പേരിലാക്കിയേനെ. നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസ സമ്പന്നായതുകൊണ്ടാവാം. രാജീവ് ജി ആരാ മോൻ? മലയാളം സംസാരിക്കാൻ, മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. റോളില്ലാത്ത വേദിയിൽ ആദ്യം വന്നിരിക്കാനും അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായി.